ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? എൻ്റെ കുട്ടിക്കാലം. കളിച്ച് രസിച്ച് ഒരു ടെൻഷനും ഇല്ലാതെ നടന്നിരുന്ന ആ പഴയ സ്കൂൾ കാലം. പൊട്ടിത്തകർന്ന കളിപ്പാട്ടത്തിൻ്റെ കൈയും കാലും ഒക്കെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെയാണ് നമ്മൾ പലരും. നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ പലരും. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ ഓണത്തിന് വീട്ടിൽ കുട്ടികൾക്കായി ഒരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കയറി അങ്ങ് ആടി. തലയും കുത്തി താഴുന്നു. ഭാഗ്യത്തിന് നടുവൊന്നും ഒടിഞ്ഞില്ല. പക്ഷെ കുട്ടികൾക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു തമാശയായി. എന്നാൽ പിന്നെ മണ്ണപ്പം ചുട്ട് കഴിച്ചാലോ എന്ന് ഓർത്തപ്പോൾ അയലത്തെ വീട്ടിലെ ചേച്ചി മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് എത്തി നോക്കി ചോദിക്കാം, എന്താ മോളെ, കല്യാണപ്രായമൊക്കെ ആയില്ലേ? ഇനിയൊക്കെ കുട്ടികളെ നിർത്തിക്കൂടെ? കളിക്കാൻ അങ്ങനെ പ്രായമൊക്കെ ഉണ്ടോ? ആരോട് പറയാൻ? ഞാൻ മുഖത്തൊരു പ്ലാസ്റ്റിക് ചിരി അങ്ങ് ഒട്ടിച്ച് അകത്തേക്ക് പോയി. അടുക്കളയിൽ അമ്മയും ഇളയന്മാരൊക്കെ കൂടി ഓണസദ്യയുടെ തിരക്കിലായിരുന്നു. അമ്മ തേങ്ങ ചിറകുന്നതിൻ്റെ അടുക്ക് നിന്ന് ഞാനൊരു പിടി തേങ്ങ ഇങ്ങനെ എടുത്തു. പണ്ടത്തെ പോലെ തനിക്കൊരു കൊട്ടും വഴക്കും ഒക്കെ തന്ന് അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ പകരം ആ തേങ്ങാമുറി എൻ്റെ കയ്യിലേക്ക് നീട്ടിട്ട് അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ ബാക്കി നീ ചെലവിക്കും. എന്ത് ചെയ്യാണ്? തന്ന പണി കൃത്യമായി ചെയ്ത് ഞാൻ ഉമ്മറത്തേക്ക് പോയി. അപ്പോഴതാ എൻ്റെ നേരെ ഒരു കടലാസ് പൊതി. ഇതാ എനിക്കിഷ്ടപ്പെട്ട കപ്പലണ്ടി മിഠായി. അമ്മ കാണണ്ട, അകത്ത് കൊണ്ടുപോയി കഴിച്ചു. അച്ഛനായിരുന്നു. പണ്ടത്തെ പോലെ മിഠായി കഴിച്ച അമ്മ ഇപ്പോൾ വഴക്കു പറയില്ലെന്ന കാര്യം അച്ഛൻ എന്തോ മറന്നുപോയി. ചിലതൊക്കെ മറക്കുന്നത് നല്ലതാണെന്ന് അറിഞ്ഞതെന്ന് എനിക്ക് തോന്നി. അന്ന് എനിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി. എനിക്കെൻ്റെ ബാല്യം നഷ്ടപ്പെട്ടെങ്കിലും എന്നെ ഇപ്പോഴും കുഞ്ഞായി കാണുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാണ്. അത് ബാല്യത്തെക്കാളും സുന്ദരമാണ്, ബാല്യത്തെക്കാളും മധുരമേറിയത്. കപ്പലണ്ടി മിഠായി പോലെ മാത്രമല്ല. വിഷിംഗ് യു ഓൾ എ ഹാപ്പി ലൈഫ്.